നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് ABC മലയാളത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 94 വയസ്സുള്ള ഒരു കായിക പ്രതിഭയാണ്. ഇപ്പോഴും യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടി നിൽക്കുന്ന ശ്രീ അശോകൻ കുന്നുമ്മൽ. സ്വാഗതം ശ്രീ അശോകൻ. 94 വയസ്സ്. നമ്മൾ രണ്ടും കൂടി ഇരിക്കുമ്പോഴേ ചിലർ എനിക്കായിരിക്കും ചിലപ്പോൾ 94 വയസ്സെന്ന് തോന്നി പറയും, അല്ലേ? അങ്ങനെ ആകാം. താങ്കൾ കായിക രംഗത്തെ ഒരു അത്ഭുത പ്രതിഭ തന്നെയാണ്. ഇപ്പോഴും താങ്കൾ വളരെ ചുറുചുറുക്കോടുകൂടി ഈ കായിക രംഗത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും അതൊക്കെ തങ്ങളുടെ വീട്ടുമുറ്റത്താണെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട് സാർ. അത് ഈ മറ്റു കാര്യങ്ങളിലേക്ക് കൊച്ചുകാലത്ത് തുടങ്ങിയാണ്. ഏകദേശം 9 വയസ്സുള്ള സമയത്ത് ഈ സ്പോർട്സുമായി, കാരണം മറ്റ് കായിക രംഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. വൈപ്പിനായിരുന്നു. നല്ല സ്ഥലമാണല്ലോ അത്. അതെ. പക്ഷേ അതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഗ്രൗണ്ടില്ല. ഈ ഫുട്ബോളോ മറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ടൊന്നുമില്ല. ക്രിക്കറ്റോ ഒരു ഈ ചെറിയ സ്കൂളുകളിൽ ഉള്ള ചെറിയ ഗ്രൗണ്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ ചാട്ട ഓട്ടമൊക്കെ പറ്റുന്നത്. അങ്ങനെയാണ് ഈ അത്ലറ്റിക്സിലേക്ക് ഞാൻ കിടക്കാൻ കാരണം. പക്ഷെ അതേ സമയത്ത് ഞാൻ ഒരു വോളിബോൾ പ്ലെയറും കൂടി ആയിരുന്നു. അവിടെ വോളിബോളിലാണ് പ്രശസ്തമായൊരു ഗെയിമാണല്ലോ സാർ വോളിബോൾ. ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്. അക്കാലത്ത്, എൻ്റെ കാലത്ത്, അതായത് ഏകദേശം ഒരു 80 വർഷങ്ങൾക്ക് മുൻപ്. അതുകൂടാതെ വേറെ ഏതൊക്കെയൊക്കെ ആയിരുന്നു ഈ കായിക രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള? സാർ, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കായിക രംഗത്ത് ഞാൻ ഏഷ്യൻ മീറ്റിന് എനിക്ക് ഷോട്ട് പുട്ടിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. കോലാലംപൂരിൽ നടത്തി. ചൈനയിൽ നടത്തിയ സമയത്ത് എനിക്ക് ട്രിപ്പിൾ ജമ്പിൽ സിൽവർ മെഡലുണ്ട്. അമേരിക്കയിൽ നടത്തിയ സമയത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ എനിക്ക് ഗോൾഡ് മെഡൽ. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. 1980-89. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് 2016 ഈ ഷോട്ട് പുട്ടിൽ ആൻഡ് ട്രിപ്പിൾ ജമ്പിൽ ഏഷ്യൻ മീറ്റിൽ ഗോൾഡ് മെഡൽ. ഞാൻ ഇപ്പോഴും ഗോൾഡ് മെഡലിസ്റ്റാണ്. ഈ കഴിഞ്ഞ മാർച്ചിൽ, ഏപ്രിലിൽ, ഇപ്പോൾ ഈ ഏപ്രിലിൽ 2 ഗോൾഡ് മെഡലുണ്ട്. 2 ഷോട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും മൈസൂരിൽ വെച്ച് നടത്തിയത്. അത് എൻ്റെ തന്നെ റെക്കോർഡ് ഞാൻ ഭേദിച്ചതാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ വളരെ ചുറുചുറുക്കോടുകൂടി ഈ പ്രായത്തിൽ നിൽക്കുന്നു. എന്താണ് അതിന് ചെയ്യുന്ന ദിനചര്യകളൊക്കെ? സാധാരണ ദിനചര്യകൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭക്ഷണത്തിന് ക്രമീകരണമുണ്ട്. പിന്നെ കൃത്യമായി എല്ലാ ദിവസവും 5 മണിക്ക് എഴുന്നേൽക്കും. പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരം ഞാൻ നടക്കുകയോ ഓടുകയോ എന്തെങ്കിലും ചെയ്യും. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സ്ഥലമുള്ളത് കൊണ്ടാണ്. ഏകദേശം ഒരു 50 മീറ്റർ നീളത്തിൽ എനിക്ക് സ്ഥലമുണ്ട് റോഡുമായിട്ട്. അപ്പം അവിടെ ഒരു ഏകദേശം 200 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. 100, 200, 250 അങ്ങനെ എനിക്ക് സൗകര്യം പോയി. അപ്പം കുറച്ച് കിലോമീറ്ററായി കഴിയുമല്ലോ. യെസ്. അതുകൊണ്ട് അങ്ങനെ നടക്കുകയും ഒരു ബ്രിസ്ക് വാക്ക് നടക്കും. അത് മഴക്കാലത്ത്. എല്ലാ സമയത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വരും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പോകും. ഒരു 2 റൗണ്ട് ഓടിയിട്ട് പോകും. മറ്റു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് പ്രധാനപ്പെട്ട ഘടകം ഇതിനകത്തുള്ളത്. ആ സമയങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ ഈ മത്സ്യമാംസങ്ങൾ പണ്ട് കഴിച്ചിരുന്നു, ഇപ്പോൾ കഴിക്കാറില്ല. ഒരു 20 വർഷത്തോളമായി. ഈ കായിക രംഗത്ത് ഉണ്ടാക്കിയ ഈ നേട്ടങ്ങൾ വെച്ച് അതിന് തക്കതായ തരത്തിലുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതായത് ഈ വയസ്സന്മാരുടെ, അതായത് വെറ്ററൻസ്, വയോജനങ്ങളുടെ സ്പോർട്സിന് യാതൊരു പ്രാധാന്യവും കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ പണ്ട് കൊടുത്തിരുന്നില്ല.
ഇന്ന് കേരളം കൊടുത്തില്ല എങ്കിൽ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ നാട് കൊടുത്തില്ല എങ്കിൽ കൂടെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം അഭൂതപൂർവമായ ചേഞ്ചാണ് വന്നിരിക്കുന്നത് സ്പോർട്സ് രംഗത്ത്. ഏത് സ്പോർട്സ് ആണെങ്കിലും അദ്ദേഹം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആ മന്ത്രിസഭ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങൾ മാത്രമല്ല, വേണ്ടി വന്നാൽ ആ ആളുകളെ ഫോറിൻ കൺട്രിയിൽ അയച്ച് കോച്ചിങ് നടത്തി തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ഭാരതത്തിന് ഗോൾഡ് മെഡൽ വേണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടിയാണ് നമ്മൾ പ്രധാനമന്ത്രി ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രാലയത്തിലെ സ്പോർട്സ് മിനിസ്റ്റേഴ്സുമാണ്. അത് എനിക്ക് തോന്നുന്നു ഇനി കുറേ അധികം സ്പോർട്സ്മാരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് കടക്കാനുള്ള എല്ലാ രീതികളും എല്ലാ അത്ലറ്റിക്സിലും മറ്റെല്ലാ ഗെയിമുകളിലും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ സ്പോർട്സ് പുറകോട്ടാണ് പോകുന്നത് കേരളം. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഞാൻ ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, 1987 മുതൽ ഞാൻ ഫോറിൻ കൺട്രിയിൽ സ്പോർട്സിന് പോയിട്ടുണ്ട്. ഇന്ന് വരെ ഒരൊറ്റ നയ പൈസ എനിക്ക് ഈ കേരള ഗവൺമെൻറ്റിന് കിട്ടിയിട്ടില്ല. അമേരിക്ക പോയിട്ടുണ്ട്, ചൈനയിൽ പോയിട്ടുണ്ട്, ജപ്പാനിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, സിംഗപ്പൂരിൽ, ബ്രൂണൈ, സിലോൺ, ഈ സ്ഥലങ്ങളിലെല്ലാം സ്പോർട്സുമായി ഈ അത്ലറ്റിക്സുമായി ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ ടീമിൽ മാനേജറും കൂടെ ആയിരുന്നു, വൈസ് മാനേജർ. പക്ഷേ ഇന്ന് വരെ ഒരൊറ്റ പൈസ കേരള ഗവൺമെൻറ്റിന് എനിക്ക് കിട്ടിയില്ല. സ്വന്തം കാശിലാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി സമീപിച്ചിട്ടില്ലേ? അങ്ങനെ ഇഷ്ടം പോലെ പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട്. ഞാൻ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം, അങ്ങനെ നോക്കാം, ബില്ല് വേണം, അസംബ്ലിയിൽ ബില്ല് അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ കഥ എന്താണ്. അപ്പോൾ അത് തരരുത് എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണുള്ളത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സ്പോർട്സുമായി ബന്ധപ്പെടുന്ന ആളുകളെല്ലാം ഈ ഭരണകൂടത്തിൽ വരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ ആരോഗ്യത്തിനെ പറ്റി അറിയില്ല, അവർക്കറിയില്ല. അവർക്ക് സൗകര്യമായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോകണം എന്നുള്ളതല്ല മറ്റൊരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, സാറ് സെൻട്രൽ സ്റ്റേഡിയം സാറ് കണ്ടിട്ടുണ്ടാവുക എനിക്കറിയില്ല. അതെ, ആ സ്റ്റേഡിയമാണ് നമുക്ക് സാധാരണ ജനങ്ങൾക്ക്, ഈ നാട്ടിലുള്ള സാധാരണക്കാരന് പോയി എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ, വ്യായാമം ചെയ്യാനുള്ള സ്ഥലം. ആ സ്ഥലം വാടക കൊടുക്കുകയാണ്. പല മീറ്റിങ്ങുകൾ നടത്തുകയാണ്. അതിനകത്ത് ട്രാക്കിന് മുഴുവൻ കല്ലാണുള്ളത്. അല്ലാതെ അത് ട്രാക്ക് വരച്ചിട്ടുണ്ടെങ്കിലും വരയൊക്കെ നമ്മൾ പോയി ചെയ്യണം. സ്പോർട്സ് നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പോയി ട്രാക്ക് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ അവിടെ ജമ്പിങ് പിറ്റില്ല. പിറ്റിൽ മുഴുവൻ കല്ലിട്ടൊക്കെ കട്ടി മണ്ണാണുള്ളത് ജമ്പിങ് പിറ്റിൽ. പോൾവാട്ട് ചാടാനുള്ള വോട്ടിംഗ് ബോക്സ് ഇത് അവിടെ ഇല്ല. പിന്നെ എങ്ങനെയാണ് സാറേ കേരള ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റായിട്ട് സെക്രട്ടറിയുടെ നേരെ പുറകിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ജനങ്ങൾക്ക് എപ്പോഴും വന്നെത്തി കാണാനും പ്രവൃത്തിയെടുക്കാനും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനൊരു ഗവൺമെൻറ് പിന്നെ എങ്ങനെ ഇവിടെ പോകുന്നു? പിന്നെ ഇവിടെ 2 സ്റ്റേഡിയം വേറെ ഉണ്ട്. അവിടെയെല്ലാം സന്ദേശ ശരീരത്തിൽ പൈസ കൊടുത്താലേ കയറാൻ പറ്റും. അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതുകൊണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അവിടെ മിക്കവാറും വൈദ്യന്മാർക്കൊക്കെ സൗകര്യം തരുമെങ്കിൽ കൂടെ അത് 6 മണിക്ക് ശേഷമൊക്കെ ഈ പ്രായമുള്ള അപ്പം വയോജനങ്ങൾക്കൊരു സ്റ്റേഡിയം വേണം യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും വേണ്ടതാണ്. അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും മറ്റൊന്നിനുമല്ല, ആരോഗ്യം സംരക്ഷിക്കാനും എന്താ പറയുക, ഡോക്ടർമാർക്ക് കൂടുതൽ പൈസ കൊടുക്കാതിരിക്കാനും വേണ്ടി ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ അതിനുള്ള കളിസ്ഥലം എന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ 2 രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ആശുപത്രിയിൽ പ്രവേശിക്കാതിരിക്കാൻ കഴിയും, ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും, ഭക്ഷണം കഴിക്കാനും കഴിയും. ശ്രീ അശോകൻ ഈ കായിക രംഗത്തേക്ക് കാലുകുത്തുമ്പോൾ യാതൊരു തരത്തിലുള്ള സ്ഥാനങ്ങളും ഒന്നും മോഹിച്ചുകൊണ്ടോ ഉയരങ്ങളിലേക്ക് പോകുമെന്നോ ഒന്നും മോഹിച്ചുകൊണ്ടല്ല. പക്ഷെ ഇപ്പോൾ കായിക രംഗത്തേക്ക് കടക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ അതിലൂടെ ഉദ്യോഗലബ്ധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോട്ടമിട്ടുകൊണ്ടാണ് വരുന്നത്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് ശ്രീ അശോകൻ കടന്നു വരുന്നത്, അല്ലേ? അതെ, ഞാൻ അവിടെ ഇതൊന്നും നമുക്ക് സ്പോർട്സ് കായിക രംഗം എന്തെങ്കിലും ഓടുക ചാടുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അതിന് മറ്റൊരു
എന്താ പ്രതിഫലം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ വന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ട സ്ഥാനങ്ങൾ കിട്ടിയെന്ന് മാത്രം. പക്ഷേ ഗവൺമെൻറ് തന്നെയല്ല, ഫെഡറേഷൻ തന്നിട്ടില്ല. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സംഘടന, അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള മിൽഖാ സിംഗ്, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഓടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായി ഈ വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ന്യൂഡൽഹിയിൽ 1983 ഇന്ദിരാഗാന്ധിയാണ് ആ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷൻ അത്ലറ്റിക്സ്. അന്ന് ഞാൻ പോൾ വാൾട്ടറായിരുന്നു, ട്രിപ്പിൾ ജമ്പറായിരുന്നു, ലോങ് ജമ്പർ. ഒന്നും കിട്ടിയില്ല, പക്ഷേ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ഏഷ്യൻ മീറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ശിഷ്ടകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇനിയും ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.